സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പോൾ ഞാൻ തനിച്ചാണ് വന്നിട്ടുള്ളത്. ഞാൻ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു അന്ന്. പക്ഷേ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ചിലപ്പോൾ കുറച്ച് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, കോവിഡിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ താൽക്കാലം അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ ഞാൻ തനിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ ചില വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് സ്കൈ ഗോൾഡ് ജ്വല്ലറി. 916 സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്ത് ശ്രദ്ധ നേടിയതും ലളിതമായ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിലും ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ജനശ്രദ്ധ നേടിയതുമായ സ്ഥാപനം. കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ജില്ലയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ചരിത്രത്തിൻ്റെ ഒരു പിന്തുണയുണ്ട്. അതായത് ഒരു 900 AD 900 മുതൽക്ക് തന്നെ ഇവിടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കീഴ്പ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, രാജകീയ ഭരണങ്ങളുടെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു 18-ാം നൂറ്റാണ്ടോടുകൂടി ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കടന്നുവരവ് ഉണ്ടായിട്ടുണ്ട്. പഴശ്ശിയുടെ മണ്ണാണിത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ കീഴടക്കിയിട്ടുള്ളൊരു പ്രദേശമായിരുന്നത്. പക്ഷേ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഒരു ചരിത്രമല്ല. ഇന്ന് വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ടുള്ള സുൽത്താൻ ബത്തേരിയിൽ ഈ ബത്തേരി നഗരസഭ ഇന്നിവിടെ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ നഗരത്തെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നല്ലൊരു ഫലം ഇന്ന് ബത്തേരി നഗരസഭ കണ്ടെടുത്തിരിക്കുകയാണ്. നഗരസഭയുടെ പ്രയത്നത്തിന് പൂർണ്ണ പിന്തുണയുമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളും വ്യാപാരികളൊക്കെ രംഗത്ത് വന്നതോടുകൂടി ഈ നഗരത്തിൻ്റെ മുഖച്ഛായ ആകെ മാറിയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ വൃത്തിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു. ടൗണ് ഭയങ്കര വൃത്തിയാണ്. പിന്നെ മാലിന്യങ്ങളൊന്നും അലക്ഷ്യമായിട്ട് ആരും എവിടെ ഉപേക്ഷിക്കുന്നില്ല. റോഡൊക്കെ രാവിലെയും അതുപോലെ തന്നെ ഉച്ചയ്ക്കും 2 സമയത്തായിട്ട് നഗരസഭയുടെ കീഴിലുള്ള തൂപ്പുകാർ, അതായത് ജോലിക്കാർ വന്നിട്ട് വൃത്തിയാക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടിരുന്നു. പക്ഷേ യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. ഈ സ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ടാണുള്ളത്. രാവിലെ 6 മണിക്ക് വന്ന് ഈ നഗരസഭയുടെ കീഴിലുള്ള ആ തൂപ്പുകാർ വന്ന് വൃത്തിയാക്കിയിട്ട് പോകും. എല്ലാ മാലിന്യങ്ങളും അവർ പെറുക്കിയെടുക്കും. പിന്നെ കൂടാതെ ആ ഒരു ഉച്ചയാകുമ്പോൾ വീണ്ടും ഒരു 11 മണിയാകുമ്പോൾ വീണ്ടും വന്ന് അവർ ഒന്നും കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ അവരത് നീക്കം ചെയ്യും. ഇങ്ങനെയാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നഗരസഭ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ജനങ്ങളും കൂടെ അതിനോട് സഹകരിക്കുമ്പോൾ മാത്രമേ അത് വിജയിക്കുന്നുള്ളൂ. ആ കാര്യത്തിൽ ബത്തേരി വിജയം കൈവരിച്ചു എന്നാണ് പറയാം. വൃത്തിയുടെ കാര്യത്തിൽ ബത്തേരി പട്ടണം ഇപ്പോൾ ഒരു 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്.
എവിടേക്ക് തിരിയാണെങ്കിലും നമുക്ക് വൃത്തിയായി കിടക്കുന്ന സ്ഥലങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പം ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ്. ഇവിടെ കാര്യപ്പെട്ട പരിപാടികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ, പൊതുപരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം. ഇവിടെ ഇതിൻ്റെ ഈ മുറ്റമൊക്കെ കണ്ടോ, എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഈ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നഗരസഭയുടെ കീഴിലുള്ള ഈ ജോലിക്കാർ, അതായത് തൂപ്പുകാർ ദിവസവും വന്ന് ഇവിടെ വൃത്തിയാക്കുന്നു. കാലത്ത് തന്നെ വന്ന് വൃത്തിയാക്കുന്നു. പിന്നെ വീണ്ടും ഒരു ഉച്ചയ്ക്ക് ഒരു 11 മണിയോടുകൂടി വീണ്ടും വന്ന് വല്ല മാലിന്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ പോകുന്നു. മുമ്പൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കാണാൻ സാധിക്കുക ബസ് സ്റ്റാൻഡിൻ്റെ അകത്തായിരുന്നു. അതായത് നമ്മുടെ ബത്തേരി ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരികയാണെങ്കിൽ മാലിന്യങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കെട്ടിക്കിടക്കണത് കാണാൻ പറ്റും. വെറ്റിലയും മറ്റുമൊക്കെ തിന്നിട്ട് തുപ്പി വെച്ചതിൻ്റെ ഒക്കെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അടുക്കും ചിട്ടയില്ലാണ്ട് ഒക്കെ കിടക്കണത് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഇന്ന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഒരു അടുക്കും ചിട്ടയായിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ, ബസ്സുകളൊക്കെ വളരെ എല്ലാം ഒരേ പെയിൻറ്റിങ്ങൊക്കെ അത് കേരളം മൊത്തമുള്ളതാണെങ്കിലും അതുപോലെ വൃത്തിയുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ കയറ്റിയിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് തോന്നും. ബത്തേരി ടൗണിലൂടെ ഇറങ്ങി നമ്മളൊന്നും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആ ബത്തേരിയുടെ വൃത്തി നമുക്ക് ഇവിടുന്ന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ കടൻ്റെ മുൻവശത്തും ഉള്ള ഫുട്പാത്തിൻ്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കൈവരികളും, ഈ കൈവരികളുണ്ട്. ഈ കൈവരികളിലൊക്കെ വന്നിട്ട് ഇതുപോലെ ചെടിച്ചട്ടികൾ വന്നിട്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് നഗരസഭയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെടിയാണെങ്കിലും അതാത് കടക്കാരാണ് അവരുടെ കടയുടെ മുമ്പിലുള്ള ചെടിയെ പരിചരിക്കുന്നതും പരിപാലിക്കുന്നതൊക്കെ. പിന്നെ അവരുടെ ഒരു പരിചരണമുണ്ട്. ഇത് ഒരു 2 വർഷത്തോളമായിട്ട് ബത്തേരി ടൗണിൽ ഇപ്പോൾ ഇത് ഇങ്ങനെ വ്യാപിപ്പിച്ച് എല്ലാ ഭാഗത്തും, ഈ ടൗണിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നഗരസഭയുടെ പദ്ധതികളോടൊക്കെ ജനങ്ങൾ സഹകരിക്കുമ്പോൾ മാത്രമാണ് അത് ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്. കാരണം ബത്തേരിയിൽ അതൊരു ഉദാഹരണമാണ്. ഇവിടെ അലക്ഷ്യമായിട്ട് ആരും തന്നെ, പൊതുജനങ്ങളായാലും ശരി, ആരും തന്നെ ഒരു വേസ്റ്റോ കുപ്പയോ മറ്റോ ഒന്നും റോട്ടിൽ ഉപേക്ഷിക്കണില്ല. അങ്ങനെ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം, എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുള്ള പോലെ. ഞാനേതായാലും വണ്ടിയൊക്കെ സൈഡാക്കി വെച്ചിട്ട് ഇവിടെ എല്ലാവരും പറയണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇതുവഴിയൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ ഈ വൃത്തിയെക്കുറിച്ചൊക്കെ ഒന്ന് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി നടക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ വൃത്തിയുടെ കാര്യത്തിൽ നമുക്കൊരു 10 മാർക്ക് കൊടുക്കാം. അപ്പോൾ ബത്തേരിയുടെ ഈ ശുചീകരണ പദ്ധതികൾ വയനാട് ജില്ലയിൽ തന്നെ മറ്റുള്ള നഗരങ്ങളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് കൽപ്പറ്റയിലും മാനന്തവാടിയിലൊക്കെ ഇതുപോലത്തെ ഫുട്പാത്തുകളും അതിൻ്റെ കൈവരികളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ അവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും ബത്തേരിയുടെ ഈ പ്രവർത്തനം, ബത്തേരി നഗരസഭയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. എല്ലാവർക്കും ഒരു മാതൃകയാണ്.
ബത്തേരി എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തത് നമുക്ക് ബത്തേരിയിൽ നിന്ന് മറ്റൊരു വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് സ്കൈ ഗോൾഡ് ജ്വല്ലറി. 916 സ്വർണ്ണാഭരണ വിൽപ്പനാ രംഗത്ത് ശ്രദ്ധ നേടിയ വിവാഹ പാർട്ടികൾക്കും മറ്റും ആകർഷകമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ലളിതമായ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിലും ക്വാളിറ്റിയിലും വിശ്വാസത്തിലും ജനശ്രദ്ധ നേടിയതുമായ സ്ഥാപനം സ്കൈ ഗോൾഡ് ജ്വല്ലറി, മെയിൻ റോഡ്, ഗുഡല്ലൂർ.